പ്രേക്ഷകരെ നമ്മുടെയൊക്കെ ആ ഒരു സങ്കല്പങ്ങളും എല്ലാം തെറ്റിച്ച് നമ്മുടെ അജാസിന്റെ വേറൊരു മുഖം തന്നെയാണ് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വേറൊന്നുമല്ല, അജാസ് തന്നെയാണ് നമ്മുടെ കിഷോറിനെ കൊന്നൊടുക്കിയത് എന്നുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പൊ ഇന്നത്തെ ആ ഒരു ഇതില് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ഗോവിന്ദും നമ്മുടെ അജാസും നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗോവിന്ദൻ ആ പോലീസിന്റെ ഫോൺ വരുന്നതും പോലീസ് ഇങ്ങനെ പറയുന്നുണ്ട് ഗോവയിൽ ഒരു അടച്ചിട്ട ഒരു ലോഡ്ജിൽ നിന്നും അടച്ചിട്ട ലോഡ്ജല്ല ഒരു ലോഡ്ജിൽ അടച്ചിട്ട മുറിയിൽ നിന്നും നമ്മുടെ കിഷോറിന്റെ ഒരു ഫോണും അടുക്ക് പിടിച്ചൊരു വസ്ത്രങ്ങളും ആ ഒരു ഭദ്രന്റെ നമ്മുടെ ഗീതുവിന്റെ അച്ഛന്റെ ഫോണും കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഗോവിന്ദ് ഇക്കാര്യങ്ങൾ നമ്മുടെ അജാസിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഗോവിന്ദിന് ഭയങ്കര സംശയം, ഇത് എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. അപ്പൊ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഇതേപോലെ ഗീതുവിന്റെ അച്ഛൻ്റെ ഒരു ലെറ്റർ വന്നിരുന്നു, പക്ഷേ അത് ഗീതുവിന്റെ അച്ഛൻ തന്നെ അയച്ചതാണെന്ന് എനിക്കൊരു ഉറപ്പില്ല, വേറെ ആരെങ്കിലും അയച്ചതാകാനാണ് സാധ്യത എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ അജാസ് പറയുന്നുണ്ട് ഇത് തൽക്കാലം സാർ ഗീതുവിനോട് പറയണ്ട, ഗീതുവിന് സങ്കടമാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ, അപ്പോൾ സത്യങ്ങൾ മറച്ചു വെക്കാമോ അജാസ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അജാസ് പറയുന്നുണ്ട് എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന അത്രയ്ക്കും എന്താ പറയുക ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കാതിരിക്കാനാണെങ്കിൽ ചില രഹസ്യങ്ങളൊക്കെ നമുക്ക് മറച്ചു വെക്കാം സാറേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഗോവിന്ദിന് മനസ്സിലായി അജാസ് എന്തൊക്കെയോ മറക്കുന്നുണ്ടെന്ന്. അങ്ങനെ അജാസ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അവർണിക ചിരിച്ചും കളിച്ചൊക്കെ നമ്മുടെ ആ ഒരു AGM ആ ഒരു കമ്പനിയിലേക്ക് വരും കേട്ടോ. അപ്പം നമ്മുടെ അജാസ് ഇങ്ങനെ അവർണികയെ നോക്കി ഇങ്ങനെ പറയുന്നത് ഈ ചിരി കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നതും പലരിൽ നിന്നും ഗോവിന്ദ് സാറിനോട് പോലും ഇക്കാര്യങ്ങളൊക്കെ വിളിക്കുന്നതും എന്ന് പറഞ്ഞിട്ട് അജാസ് ആ കാര്യങ്ങൾ ഇങ്ങനെ പറയുക കേട്ടോ, നമ്മൾ പ്രേക്ഷകരോട് പറയുവാണ് അന്ന് നടന്ന കാര്യങ്ങൾ. അന്ന് നമ്മുടെ കിഷോറിന്റെ ബോഡി മറവ് ചെയ്യാൻ ചെല്ലുമ്പോൾ കിഷോർ മരിച്ചിട്ടുണ്ടാവില്ല. കിഷോർ അവിടെ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കാൻ ശ്രമിക്കുന്നു, ഇരിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെ പല പല ശ്രമങ്ങളായിരിക്കും. അപ്പോഴും നമ്മുടെ കിഷോർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടാവും കുഞ്ഞിനൊപ്പം അവള് മരിച്ചോ, അവള് മരിച്ചില്ലെങ്കിൽ നോക്കിക്കോ, അവൾക്കെതിരെ ഞാൻ വധശ്രമത്തിന് കേസ് കൊടുത്തിട്ട് അവളുടെ സ്വത്തുക്കൾ മൊത്തം ഞാൻ അടിച്ചു മാറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അജാസ് ഇങ്ങനെ പറയുന്നുണ്ട് മരിക്കാൻ പോകുമ്പോൾ അവന്റെ ഒരു വീറും വാശിയും കണ്ടില്ലേ, ഇവനൊക്കെ മരിക്കേണ്ടത് തന്നെയാണെന്ന് നമ്മുടെ അജാസ് പറയുന്നുണ്ട്. എന്നിട്ട് അജാസ് ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട് അവർണികയാണ് കിഷോറിനെ കൊന്നത് എന്നുള്ളൊരു കുറ്റബോധം ഇല്ലാതിരിക്കാൻ ഇത് തന്നെയാണ് നല്ല മാർഗം, ഞാൻ എൻ്റെ തോക്കും കൊണ്ട് കിഷോറിനെ വെടിയിക്കുക. അപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവർണികയുടെ തോക്കിൽ നിന്നും ഏറ്റ വെടികൊണ്ടല്ല മരിച്ചത് എന്ന് അവർണിക അറിയുമ്പോൾ അവർണികയൊക്കെ അതൊരു സമാധാനവും സന്തോഷവും തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ അജാസിന്റെ കയ്യിലുള്ള ഒരു തോക്കും കൊണ്ട് നമ്മൾ കിഷോറിനെ വെടിവെക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അപ്പോൾ എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി അജാസ് തന്നെയാണോ ആ ബോഡി അവിടെ കുഴിച്ചിട്ടത് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭദ്രൻ എവിടെ പോയി അതും അജാസ് അറിയണമല്ലോ അല്ലെ. അപ്പൊ എന്തായാലും ഇനി ആ ഒരു രഹസ്യങ്ങളുടെ കെട്ടഴിക്കലായിരിക്കും നമ്മുടെ ഗീതാ ഗോവിന്ദത്തിൽ കേട്ടോ. അപ്പൊ നമ്മൾ ആരും വിചാരിച്ചിരുന്നില്ല നമ്മുടെ അജാസ് തന്നെയായിരിക്കും കൊന്നതെന്ന് അല്ലെ. അപ്പൊ അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. അജാസിന്റെ വേറൊരു മുഖം നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണാം കേട്ടോ, ബാക്കി സസ്പെൻസ് ഇങ്ങനെ പൊളിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ എന്തായാലും മറക്കാതെ കാത്തിരുന്ന കാണും. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.